ഒരിക്കൽ ഒറീസയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വൈദ്യുതി പോലുമില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു ദ്രൗപദി മുർമു. പഠിക്കാൻ സൗകര്യങ്ങളില്ലാതിരുന്നിട്ടും കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയിരുന്ന അവർക്ക് മുന്നിൽ വിധി കാത്തുവച്ചത് കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തന്റെ 2 ആൺമക്കളെയും ഭർത്താവിനെയും അടുത്ത ബന്ധുക്കളെയും നിശ്ചിത വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് നഷ്ടമായി. ആ വലിയ ദുരന്തങ്ങളിൽ തകർന്നു പോകാതെ തന്റെ കണ്ണീരിനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനമാക്കി മാറ്റാൻ അവൾ തീരുമാനിച്ചു. ഒരു സാധാരണ സ്കൂൾ ടീച്ചറായി ജീവിതം തുടങ്ങിയ ദ്രൗപദി കഠിനാധ്വാനത്തിലൂടെയും തളരാത്ത മനസ്സിലൂടെയും വാർഡ് കൗൺസിലറായും പിന്നീട് മന്ത്രിയായും ഗവർണറായും ഉയർന്നു. ഒടുവിൽ ഇന്ത്യയുടെ പരമോന്നത പദവിയായ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവർ നടന്നു കയറിയപ്പോൾ അത് ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നായിരുന്നു: നിങ്ങളെ തകർക്കാൻ വിധിക്കെഴുതുന്ന പ്രതിസന്ധികളെ പോലും നിശ്ചദാർഢ്യം കൊണ്ട് കീഴടക്കാം. 0 എന്ന് മറ്റുള്ളവർ കരുതിയ ഇടത്തുനിന്ന് രാജ്യത്തിന്റെ 1ാമത്തെ പൗരയായി മാറിയ ദ്രൗപദി മുർമുവിന്റെ ജീവിതം വീണുപോകുമ്പോഴല്ല പൊരുതി ജയിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇൻസ്പയർഡ് സ്റ്റോറി ബൈ ലെക്ചർ നോട്ട്സ് ബൈ ആർ.ജി.